ശ്രുതി ഇങ്ങനെ റെസ്റ്റോറൻറ്റിൽ നിന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ശ്രുതിനോട് പറയുന്നുണ്ട്, ശ്രുതിനെ മനസ്സിലാക്കാത്തവരെ കുറിച്ച് ആലോചിച്ച് വെറുതെ ജീവിതത്തിൽ ഒരു സെക്കൻഡ് പോലും പാഴാക്കരുത്, പകരം പുതിയൊരു ജീവിതത്തെക്കുറിച്ച് ചിന്തിച്ചുകൂടെ എന്നൊക്കെ ചോദിക്കാൻ കേട്ടോ. അങ്ങനെ പെട്ടെന്ന് ശ്രുതിയുടെ ഫ്രണ്ട് വരാണ്, കയ്യിലൊരു കവറൊക്കെ ആയിട്ടാണ് കേട്ടോ ഫ്രണ്ട് വരുന്നത്. അപ്പോൾ ശ്രുതി ചോദിക്കുന്നുണ്ട്, നീ കൊണ്ടുവന്ന് ഞാൻ പറഞ്ഞ സാധനം കൊണ്ടുവന്നിട്ടുണ്ട്, നീ ഇന്നലെ ഒരുപാട് കഷ്ടപ്പെട്ട് നിന്റെ VIP വേണ്ടി കൊണ്ടുവാങ്ങിയ സാധനം ഇന്നാന്ന് പറഞ്ഞിട്ട് കൊടുക്കുകയാണ് കേട്ടോ. അങ്ങനെ ആ കവറ് ശ്രുതിക്ക് കൊടുക്കുകയാണ്. അപ്പോൾ ശ്രുതി പറയാണ്, ഞാൻ പറഞ്ഞില്ലേ ഒരു ഗിഫ്റ്റ് വാങ്ങിയിട്ടുള്ള കാര്യം, ഇത് തരുമ്പോൾ ഇയാൾ എന്ത് പറയുന്നത് എനിക്കറിയില്ലായിരുന്നു, പക്ഷേ ഇപ്പം എനിക്കറിയാം. കുട്ടിയോടൊപ്പം ഇങ്ങനെ സംസാരിക്കുമ്പോൾ സമയം ചെലവിടുമ്പോൾ എനിക്ക് കിട്ടുന്നൊരു സന്തോഷം ഉണ്ടല്ലോ, ഇത് മുഴുവൻ ആ സന്തോഷം കൂടെ വേണമെന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇതിലൊരു ഷർട്ടാണുള്ളത്, ഞാൻ ചിന്തിക്കും പോലെയാണ് ശ്രുതി ചിന്തിക്കുന്നതെങ്കിൽ ഈ ഷർട്ട് ഇടണം, ഇല്ലെങ്കിൽ പിന്നെ എന്നൊക്കെ പറയാൻ കേട്ടോ. അപ്പോൾ ഫ്രണ്ട് പറയണേ, നീ എന്നെങ്ങനെ സംസാരിച്ചുകൊണ്ട് അവിടെ ഇരുന്നു, ബ്രദറെ ഓട്ടോ വിളിച്ചിട്ട് ഇവിടെ കൊണ്ടുവന്ന് ആക്കിയത് കേട്ടോ എന്ന് പറയാൻ കേട്ടോ. ഇവിടെ കൊണ്ട് തോറ്റു എന്ന് ശ്രുതി ഞാൻ പൊക്കോട്ടെ എന്ന് ചോദിക്കാൻ കേട്ടോ ശ്രുതിനോട്. അങ്ങനെ ശ്രുതിയുടെ അടുത്ത് യാത്ര പറഞ്ഞിട്ട് ശ്രുതി ഫ്രണ്ടും കൂടി പോവാണ് കേട്ടോ. അങ്ങനെ പോകുന്ന പോക്കിൽ ഇങ്ങനെ ശ്രുതി കൂടെ തിരിഞ്ഞ് ശ്രുതിനെ നോക്കുന്നുണ്ട്. അടുത്ത സീനിൽ കാണിക്കുന്നത് നമ്മുടെ രേവതി ഇങ്ങനെ മാർക്കറ്റിൽ ഇങ്ങനെ പച്ചക്കറിയൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങുവാണ് കേട്ടോ. അങ്ങനെ പോകുന്ന വഴിക്ക് അശോകനെ കാണുവാണ്. അപ്പോൾ അശോകൻ ചോദിക്കാൻ, മോളെ എങ്ങോട്ടേക്കാണ് പോകുന്നതെന്നൊക്കെ ചോദിക്കുമ്പോൾ ഞാൻ ഇങ്ങനെ പച്ചക്കറി വാങ്ങിക്കാൻ പോകാമെന്നൊക്കെ പറയാൻ കേട്ടോ. അപ്പോൾ രേവതി അങ്ങനെ വിശേഷങ്ങൾ ചോദിക്കുകയാണ്, ആൻറ്റിക്ക് എങ്ങനെയുണ്ട്, ഇപ്പോൾ കുറവായോ ഭേദമായോ എന്നൊക്കെ ചോദിക്കുകയാണ്. ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല മോളെ എന്ന് പറയാൻ കേട്ടോ. അപ്പോൾ രേവതി പറയുന്നുണ്ട്, അച്ഛൻ പറഞ്ഞിരുന്നു പൈസ തരാൻ പറ്റാത്തതിൽ അച്ഛന് നല്ല വിഷമമുണ്ട്, കാശ് കിട്ടി സർജറി കഴിഞ്ഞു എന്ന് അറിഞ്ഞപ്പോഴാണ് അച്ഛനൊന്ന് സമാധാനമായത്. അപ്പോൾ അശോകൻ പറയാണ്, സച്ചി ഉള്ളപ്പോൾ നമ്മളാരും വിഷമിക്കേണ്ടി വരില്ലെന്ന് രവിക്കറിയില്ലേ, ദൈവത്തെ പോലെ സച്ചി കൃത്യസമയത്ത് പണം കൊണ്ട് തന്നതുകൊണ്ട് സർജറി നടത്താൻ സാധിച്ചു. അങ്കിൾ എന്തൊക്കെയാണ് പറയുന്നേ? അതെ മോളെ, എൻ്റെ ഭാര്യ ഇന്ന് ജീവനോടെ ഉണ്ടെങ്കിൽ അതിന് കാരണക്കാരൻ എൻ്റെ സച്ചിമോനാ. രേവതി അപ്പോൾ അതൊക്കെ കേട്ടിട്ട് ഇങ്ങനെ ഓരോന്നിങ്ങനെ ചിന്തിക്കുവാണ് കേട്ടോ. അങ്ങനെ രേവതിനോട് അശോകൻ ആ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയാണ്. അശോകൻ ഇങ്ങനെ വിഷമിച്ചിരിക്കുമ്പോൾ നമ്മുടെ സച്ചി വന്നിട്ട് പറയാണ്, അങ്കിൾ വിഷമിക്കല്ലേ, എന്തെങ്കിലും ഒരു വഴി നമുക്ക് ഉണ്ടാക്കാം. അപ്പോൾ അശോകൻ പറയാണ്, എൻ്റെ മുന്നിലുള്ള എല്ലാ വഴികളും അടഞ്ഞു, അറിയാവുന്നവരോടൊക്കെ ഞാൻ ചോദിച്ചു, അറിയാത്തവരോടാണെങ്കിൽ ചോദിക്കാൻ എനിക്ക് മടി എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ അശോകൻ കരയാണ് സച്ചിയുടെ മുമ്പിലിരുന്ന്. നിവൃത്തിയില്ലാതായി കഴിഞ്ഞാൽ ഞാൻ അവൾക്ക് വേണ്ടിയിട്ട് യാചിക്കാൻ പോലും എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കൈ കൂപ്പുമ്പോൾ നമ്മുടെ സച്ചി പറയണേ, എൻ്റെ അച്ഛനോടൊപ്പം എല്ലാ കാര്യത്തിനും കൂടെ നിന്ന ആളാണ് അശോകൻ അങ്കിൾ. ഞാനിങ്ങനെ ജീവനോടെ ഉള്ളപ്പോൾ അങ്കിൾ ഇങ്ങനെ സങ്കടപ്പെടാൻ ഞാൻ സമ്മതിക്കില്ല, പണം ഞാൻ എങ്ങനെയെങ്കിലും സംഘടിപ്പിക്കാമെന്നൊക്കെ പറയാൻ കേട്ടോ. ഞാൻ എൻ്റെ വിഷമം കൊണ്ട് പറഞ്ഞതാ, രവിയുടെയും മോൻ്റെയും കയ്യിലുണ്ടായിരുന്നെങ്കിൽ എനിക്ക് വേറെ ആരോടും ചോദിക്കേണ്ടി വരില്ലെന്ന് അറിയാം. ഞാൻ പറഞ്ഞതൊന്നും നീ പോയി അച്ഛനോട് പറയണ്ട, അവൻ വെറുതെ വിഷമിക്കും, എല്ലാം വിധി പോലെ വരട്ടെ. അപ്പോൾ സച്ചി പറയാണ്, വിധിക്ക് വിട്ടുകൊടുക്കുന്നതിന് മുമ്പ് ഞാനൊന്ന് ശ്രമിക്കട്ടെ, എന്തെങ്കിലും ഒരു വഴി തെളിയാതിരിക്കില്ല എന്ന് പറയാൻ കേട്ടോ. അങ്ങനെ സച്ചി ഇങ്ങനെ ആലോചിച്ച് ഇങ്ങനെ കൈ ഇങ്ങനെ പെട്ടെന്ന് തടയുന്നത് രേവതിയുടെ വീട്ടിൽ നിന്ന് കെട്ടിയ ആ മാലയിലാണ് കേട്ടോ. അങ്ങനെ പെട്ടെന്ന് സച്ചി അശോകനെ നോക്കിയിട്ട് പറയണ, വഴി എനിക്ക് കിട്ടി, അങ്ങോട്ട് പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് പൊക്കോ, ഞാൻ പൈസ ആയിട്ട് വരാം. അയ്യോ അതെങ്ങനെയാണ് മോനെ, അതൊക്കെ ഉണ്ട് അങ്ങളെ, സർജറി നമുക്ക് ഉടനെ നടത്താം, ഞാനിപ്പോൾ തന്നെ വരാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ വണ്ടി എടുത്തിട്ട് പോവാണ് കേട്ടോ സച്ചി. അങ്ങനെ സച്ചി നേരെ പോകുന്നത് ഗോൾഡ് ലോൺ എടുക്കുന്ന സ്ഥലത്താണ് കേട്ടോ. അങ്ങനെ സച്ചിനോട് ചോദിക്കുകയാണ്, എന്താ ഈ വഴിക്ക് വരരുതെന്നാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്, പക്ഷേ സാധാരണക്കാരായതുകൊണ്ട് എനിക്ക് എപ്പോഴെങ്കിലൊക്കെ ഇവിടെ കയറാതിരിക്കാൻ പറ്റില്ല എന്നൊക്കെ പറയാൻ കേട്ടോ. കാശിന് ആവശ്യം വരുന്നവരെ സഹായിക്കാൻ വേണ്ടിയിട്ടല്ലേ ഞാൻ ഈ കട തുറന്നു വെച്ചിരിക്കുന്നത്. ഇപ്പം നിനക്ക് മനസ്സിലായോ കല്യാണമൊക്കെ കഴിഞ്ഞപ്പോൾ ഇവിടെ ഇങ്ങോട്ടേക്ക് വരണമെന്ന്? എൻ്റെ കല്യാണം കഴിഞ്ഞ കാര്യം എങ്ങനെയാണ് മാധവേട്ടൻ അറിഞ്ഞ്? അതെന്താ, ഞാൻ ഈ രാജ്യത്തൊന്നല്ലേ ജീവിക്കുന്നതെന്നൊക്കെ പറയാൻ കേട്ടോ. നീ കെട്ടിയിരിക്കുന്നത് രേവതീനല്ലേ, ആ കൊച്ചിനെ എനിക്ക് ചെറുപ്പം മുതലേ അറിയാം, കാശിന് ആവശ്യം വന്നു കഴിഞ്ഞാലേ കൃഷ്ണേട്ടൻ ഓടി വരുന്നത് ഇങ്ങോട്ടേക്ക് തന്നെയാന്നൊക്കെ പറയാൻ കേട്ടോ. നല്ല ആൾക്കാരാ, നല്ല തങ്കപ്പെട്ട സ്വഭാവം ആ കൊച്ചിൻ്റേത്, എന്നെ അവളുടെ സ്വഭാവത്തിൽ നിന്നേ കുറച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ടെങ്കിൽ അത് പണയം വെച്ചിട്ട് കുറച്ച് കാശ് തരുമെന്നൊക്കെ ചോദിക്കാൻ കേട്ടോ സച്ചി. അപ്പോൾ പിന്നെ അത് വിട്, എന്നിട്ട് കഴുത്തി കിടക്കുന്ന മാല ഊരിയിട്ട് അയാൾക്ക് കൊടുക്കുകയാണ്. എനിക്കൊരു 75,000 രൂപ അത്യാവശ്യമായിട്ട് വേണം, നടക്കുമെന്ന് നോക്ക്. ഇത് 2 പേരുണ്ടല്ലോ, 75,000 തരാമെന്നൊക്കെ പറയാൻ കേട്ടോ. അങ്ങനെ ആ മാല പണയം വെച്ച കാശുമായിട്ട് സച്ചി നേരെ ചെല്ലുന്നത് ഹോസ്പിറ്റലിലേക്കാണ് കേട്ടോ. സച്ചിനെ കണ്ടപ്പോൾ ഓടി വന്ന അശോകൻ പറയാണ്, കയ്യിലുണ്ടായിരുന്നൊക്കെ ഞാൻ അടിച്ചു, നാളെ തന്നെ സർജറി ചെയ്യണമെന്നാണ് പറഞ്ഞേക്കുന്നേ, ടെസ്റ്റൊക്കെ നടത്താൻ വേണ്ടിയിട്ട് അവളിപ്പോൾ അങ്ങോട്ടേക്ക് കൊണ്ടുപോയേക്കാം, ബാക്കി പണം എന്നൊക്കെ പറയാൻ കേട്ടോ. അപ്പോൾ പെട്ടെന്ന് സച്ചി കയ്യിലിരുന്ന് 75,000 രൂപ എടുത്ത് കൊടുക്കുകയാണ്. ഇത് 75,000 രൂപയുണ്ട്. അല്ല മോനെ, നിനക്കിതിപ്പോൾ എവിടുന്നാ? അതൊക്കെ പിന്നെ പറയാം, ഇപ്പോൾ തൽക്കാലം ഇത് വാങ്ങിക്കേ. നിനക്കിത് എവിടുന്നാ സച്ചി, എനിക്ക് വേണ്ടിയിട്ട് നീ കടക്കാരനായോ? എന്താ അങ്ങളെ ഇത്, ചെറുപ്പം മുതലേ ഞാൻ കാണുന്നതല്ലേ, നമ്മൾ കുടുംബമല്ലേ, ഈ ഒരു അവസ്ഥയിൽ ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ അന്യരോടെന്ന പേരിൽ ഉപമിക്കല്ലേ, കുറച്ച് കാശ് എനിക്ക് കിട്ടാനുണ്ടായിരുന്നു, അത് ഞാൻ ഇങ്ങോട്ടേക്ക് വാങ്ങി, അല്ലാതെ എനിക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല എന്നൊക്കെ പറയാൻ കേട്ടോ. ആലോചിച്ച് നിൽക്കാതെ എന്നാൽ ആ ബില്ല് ഇങ്ങോട്ടേക്ക് താന്ന് പറഞ്ഞിട്ട് അങ്ങനെ സച്ചി ക്യാഷും ബില്ലൊക്കെ ആയിട്ട് അടയ്ക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ അശോകൻ ഇങ്ങനെ ഇത് ചിന്തിക്കുകയാണ്, ഇവനെങ്ങനെയാണ് ഇത്ര പേർക്ക് പൈസ ഇപ്പോൾ കിട്ടിയതെന്നൊക്കെ ഇങ്ങനെ ആലോചിക്കുകയാണ് കേട്ടോ.
അങ്ങനെ മുഴുവൻ പണവും അടിച്ച് ബില്ല് അശോകനെ ഏൽപ്പിച്ചിട്ട് സച്ചി ഹോസ്പിറ്റലിൽ നിന്ന് മടങ്ങുവാണ്. ഈ കഥയെല്ലാം കേട്ടിങ്ങനെ രേവതി ഇങ്ങനെ വിഷമിച്ച് നിൽക്കുവാണ് കേട്ടോ. അങ്ങനെ അശോകൻ പറയാണ്, വീട്ടില് വലിയ പ്രശ്നമായി മാല പണയം വെച്ചതിനെ കുറിച്ച് എന്നൊക്കെ രവി പറഞ്ഞു. അപ്പോൾ രേവതി പറയാണ്, അങ്കിളെ ഞാൻ അറിഞ്ഞില്ല അങ്കിളിന് വേണ്ടിയിട്ടാണ് പണയം വെച്ചതെന്ന്. അത് പറഞ്ഞിരുന്നെങ്കിൽ ഈ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകില്ലായിരുന്നു. സച്ചിമോൻ എന്നോട് പറഞ്ഞിരുന്നു മാല പണയം വെച്ച് കാശ് തന്ന കാര്യം നിന്നോട് പറയരുതെന്ന്. അച്ഛൻ അറിഞ്ഞാൽ പിന്നെ വിഷമിക്കുന്നുള്ള ചിന്തയും അവനുണ്ട്. വീട്ടിലെ പ്രശ്നങ്ങൾ രവിയോട് പറയുമ്പോൾ സത്യം അവനോട് പറയണമെന്ന് എനിക്ക് പലതവണ തോന്നിയതാണ്. പക്ഷേ സച്ചിമോനും കുറച്ച് വാക്ക് കൊടുക്കാൻ തെറ്റിക്കാൻ വേണ്ടിയിട്ട് എനിക്കായില്ല. അതാ സംഭവിച്ചത്. എൻ്റെ കുഞ്ഞിനെ എല്ലാവരും തെറ്റിദ്ധരിക്കുന്നു എന്ന് അറിഞ്ഞിട്ടും നിസ്സഹായനായി നോക്കി നിൽക്കാനേ എനിക്ക് കഴിഞ്ഞുള്ളൂ എന്നൊക്കെ പറഞ്ഞിങ്ങനെ വിഷമിക്കാൻ കേട്ടോ അശോകൻ. അപ്പോൾ രേവതി പറയണ ഇതൊക്കെ പറയാത്തത് എന്താണെന്ന് എനിക്ക് മനസ്സിലാവാത്തത്. അവനെ സ്നേഹിച്ചവർക്കല്ലാതെ മറ്റാർക്കും അവൻ്റെ ഉള്ളറിയാൻ കഴിയില്ല. രവിനോട് എനിക്ക് അസൂയ തോന്നുന്നതേ സച്ചിമോനെ കാണുമ്പോഴാണ്. ഇങ്ങനെ ഒരു മകനെ കിട്ടാൻ വേണ്ടിയിട്ട് സുഹൃതം ചെയ്യണം എന്നൊക്കെ പറയാൻ കേട്ടോ. അപ്പോൾ ഇതെല്ലാം കേട്ടിട്ട് ഇങ്ങനെ സന്തോഷവും സങ്കടമൊക്കെ അടക്കാൻ വയ്യാതെ നിൽക്കൊണ്ട് രേവതി. മോളെ കണ്ട് ഇതൊക്കെ പറയണമെന്ന് എനിക്കുണ്ടായിരുന്നു. പക്ഷേ രവീനെ കാണേണ്ടി വരുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ വീട്ടിലേക്ക് വരാതിരുന്നത്. മോളോട് പറയുന്നതിൽ എനിക്കൊരു കുഴപ്പവുമില്ല. ഞാൻ കാരണമാണ് നിങ്ങളുടെ ഇടയിൽ പ്രശ്നം ഉണ്ടായതെന്ന് അറിഞ്ഞപ്പോൾ മുതൽ എനിക്ക് സമാധാനമില്ല. ഇപ്പോഴേ എനിക്കൊന്ന് ആശ്വാസമായത്. അപ്പോൾ രേവതി പറയാണ്, എന്തിനാ പണയം വെച്ചതെന്ന് പറയാത്തത് കൊണ്ടാണ് വീട്ടിൽ പ്രശ്നമായത്. അങ്കിള് വിഷമിക്കേണ്ട. ഇങ്ങനെ ഒരു നല്ല കാരണത്തിന് ആ മാല വിറ്റ പോലും എനിക്ക് ഒരു പ്രശ്നവുമില്ല. സന്തോഷമായ മോളെ, നിങ്ങൾക്ക് രണ്ടാർക്കും നല്ല മനസ്സാ. ഞങ്ങളുടെ രണ്ടുപേരുടെയും പ്രാർത്ഥന നിങ്ങളോടൊപ്പം ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ അശോകൻ അവിടെ നിന്ന് പോവാണ് കേട്ടോ. രേവതി അങ്ങനെ ഓരോന്ന് ആലോചിച്ച് ഇങ്ങനെ വിഷമിച്ച് നിൽക്കുവാണ്. അടുത്ത സീനിൽ കാണിക്കുന്നത് ബാമയുടെ വീട്ടിൽ ശ്രുതി വന്നിട്ട് ബാമക്ക് മസാജ് ചെയ്ത് കൊടുത്തോണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോഴാണ് ചന്ദ്ര കയറി വരുന്നത്. ചന്ദ്രയോ വാ ചന്ദ്ര എന്ന് പറഞ്ഞിങ്ങനെ വിളിക്കുകയാണ് കേട്ടോ. അപ്പോൾ ശ്രുതിനെ കാണുമ്പോൾ ചന്ദ്ര പറയണം, ശ്രുതി ഇവിടെ ഉണ്ടായിരുന്നോ? ശ്രുതി ഇവിടെ ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിച്ചില്ല. ഞാനിപ്പോൾ വന്നേ ഉള്ളൂ ആൻറ്റിക്ക് സുഖമല്ലേ? ഞാനങ്ങനെ പോകുന്നു മോളെ എന്നൊക്കെ പറയാൻ കേട്ടോ. അപ്പോൾ ശ്രുതി എന്ത് പറയുന്നു എന്ന് ചോദിക്കുകയാണ് ബാമ. അവനെന്ത് പറയാനാ, അവൻ്റെ മുഖത്ത് നോക്കാൻ പോലും എനിക്ക് പറ്റുന്നില്ല. അല്ലെങ്കിൽ തന്നെ അവന് ഒരുപാട് വിഷമങ്ങളുണ്ടായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് തന്നെ വിവാഹാലോചന എന്ന് പറഞ്ഞ് കുഞ്ഞിനെ വേദനിപ്പിച്ചത്. അന്ന് ഡ്രൈവർ എന്ന് പറഞ്ഞ് നിർത്തുവാണ് കേട്ടോ, ശ്രുതി കേൾക്കുന്നുണ്ടല്ലോ എന്ന് ഓർത്തിട്ട്. അപ്പോൾ ശ്രുതി പുറത്ത് പോകാൻ വേണ്ടിയിട്ട് പോകുമ്പോൾ ബാമ പറയണതൊന്നും കുഴപ്പമില്ല. എന്നിട്ട് ചന്ദ്രയുടെ അടുത്ത് പറഞ്ഞു, ചന്ദ്ര നീ ശ്രുതിനെ അന്യമായിട്ട് കാണണ്ട നീ പറഞ്ഞു. എന്ത് പറയാനാ ബാമേ, എത്ര ശ്രമിച്ചിട്ടും എനിക്കൊരു വഴിയും കാണാൻ പറ്റുന്നില്ല. ശ്രുതിയുടെ അവസ്ഥക്ക് ഒരു മാറ്റം വരണം എന്ന് കരുതിയിട്ട് ഞാൻ ഈ വിവാഹാലോചന നടത്തിയത്. പക്ഷേ അതൊരു പ്രശ്നമായിട്ട് അവസാനിച്ചു. അന്ന് ഡ്രൈവർ വന്ന് പറഞ്ഞതൊക്കെ മറക്കാൻ സാധിക്കും. പക്ഷേ സച്ചിയുടെ കുത്തുവാക്കുകൾ അതെൻ്റെ കുഞ്ഞിനെ വല്ലാതെ വേദനിപ്പിച്ചു എന്നൊക്കെ പറയാൻ കേട്ടോ. ഇതെല്ലാം കേട്ട് ശ്രുതി ഇങ്ങനെ ഓരോന്ന് ആലോചിച്ചിങ്ങനെ നിൽക്കുവാണ്. അടുത്ത സീനിൽ കാണിക്കുന്നത് സച്ചിനെയാണ് കേട്ടോ. സച്ചി മാല പണയം വെച്ച കടയിൽ വന്നേക്കുവാണ്. പലിശ അടിക്കാറില്ലല്ലോ, പിന്നെ എന്തിനാ വന്നത്? പലിശ അടിക്കല്ല, തന്നെ അടിക്കാനാണ് വന്നേക്കുന്നത്. താൻ എന്തിനാണ് മാല പണയം വെച്ച കാര്യം മറ്റുള്ളവരോട് പറഞ്ഞത്? ഞാനതിന് ആരോടും പറഞ്ഞില്ലല്ലോ. താൻ രേവതിനോട് പറഞ്ഞില്ലേ? അതതിന് തൻ്റെ ഭാര്യയല്ലേ? ഞാൻ വല്ല പറഞ്ഞാലുണ്ടല്ലോ ശരിയാവില്ല എന്ന് പറഞ്ഞിട്ട് കയ്യിലിരിക്കണ ക്യാഷ് എടുത്ത് കൊടുക്കാണ് കേട്ടോ. മാല ഇങ്ങോട്ടേക്ക് എടുക്ക്. എന്തിനാ എത്ര തിരക്കിട്ടെടുക്കുന്നത്? അതവിടെ സേഫായിട്ടിരിക്കല്ലേ, മാസം മാസം പലിശ തന്നാൽ മതി. ഞാൻ അടിമുടി പൊളിഞ്ഞു നിൽക്കുക. വെറുതെ പ്രാന്തൊക്കെ മാല ഇങ്ങോട്ടെടുക്കുന്നുണ്ടോ? എന്ത് പറ്റി സച്ചിമോൻ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? പ്രശ്നമുണ്ടോന്നോ? ഇവിടെ അവൾ അറിയാതെ ഞാൻ മാല പണയം വെച്ചത്. താൻ എന്തിനാ അവളോട് പോയി പറഞ്ഞത്? വീട്ടിൽ വന്ന് അവൾ പ്രശ്നം ഉണ്ടാക്കി ആകെ അലമ്പാക്കി. മതി തൻ്റെ സേവനം. മാല ഇങ്ങോട്ടേക്ക് എടുക്കുന്നു പറയാൻ കേട്ടോ. അത് പിന്നെ ഞാൻ വഴിയിൽ വെച്ച് കണ്ടപ്പോൾ വെറുതെ സംസാരിച്ചപ്പോൾ ചുമ്മാ സംസാരിച്ചപ്പോൾ വേറെ വിഷയം ഒന്നും കിട്ടിയില്ലല്ലോ തനിക്ക് പറയാൻ വേണ്ടിയിട്ട്. താൻ വേഗം മാല എടുക്ക്. അങ്ങനെ മാലയും വാങ്ങി സച്ചി അവിടെ നിന്ന് പോവാണ് കേട്ടോ. അടുത്ത സീനിൽ കാണിക്കുന്ന ശ്രുതിനെയാണ് കേട്ടോ. ശ്രുതിയുടെ അടുത്ത് ഫ്രണ്ട് ചോദിക്കുകയാണ്, എന്നാലും നിൻ്റെ നുണയൊക്കെ കേട്ടിട്ട് അവർ വിശ്വസിക്കാൻ മാത്രം മണ്ടിയാണോ? മണ്ടിയൊന്നുമല്ല, പക്ഷെ എന്തോ എൻ്റെ നുണകൾ കേട്ടിട്ട് അവരെന്തായാലും വിശ്വസിച്ചു. എന്നാലും നീ ഇത്രയധികം നുണയൊക്കെ പറയേണ്ട ആവശ്യമുണ്ടായിരുന്നോ? എടി സത്യം പറഞ്ഞിട്ട് നീ സുധീനെ എനിക്ക് കിട്ടുമോ? ഒരു വിവാഹം പറയാൻ വേണ്ടിയിട്ട് 1000 നുണ പറയുന്നത് തെറ്റില്ല എന്ന് കേട്ടിട്ടുണ്ട്. പക്ഷേ ഇതൊരല്പം കൂടിപ്പോയി. ഒരു കുഴപ്പമില്ലാതിരുന്ന നിൻ്റെ അമ്മയെ യാതൊരു ദാക്ഷിണ്യവും ഇല്ലാത്ത നീ കൊന്നില്ലേ? നീ അത് വീട്. അങ്ങനെയൊക്കെ ചിന്തിച്ച കാര്യം നടക്കോ? എന്നാലും ഒരു മര്യാദ വേണ്ടിടി. വിദേശത്ത് ബിസിനസ്സുള്ള അച്ഛൻ, ക്യാൻസർ വന്ന് മരിച്ച അമ്മ, അച്ഛൻ്റെ 2ാം കെട്ട്, അങ്ങനെ പഴയ പൈങ്കിളി കഥയിലെ നായികയുടെ ദുരിതം പിടിച്ച ഫ്ലാഷ് ബാക്ക്. ഒരു കാര്യം കൂടി പറയായിരുന്നു, വേദനിക്കുന്ന കോടീശ്വരിയാണ് നീയെന്ന്. അതിപ്പോൾ ഞാൻ ആ ഡയലോഗ് പറഞ്ഞില്ലെങ്കിലും അവരെന്നെ അങ്ങനെ തന്നെ കരുതിയിരിക്കുന്നത്. എടി എന്തിനാ ഇങ്ങനെ കഷ്ടപ്പെടുന്നേ? ഉള്ള കാര്യം ഉള്ളതുപോലെ അങ്ങോട്ട് പറഞ്ഞാൽ പോരെ? അങ്ങനെ പറയാൻ എന്തെങ്കിലും വേണ്ടേ? സുധിയുടെ അമ്മ നല്ല സോഷ്യൽ സ്റ്റാറ്റസ് ഒക്കെ ഉള്ള കുടുംബങ്ങളിൽ നിന്നിട്ട് അക്സുതിക്ക് വേണ്ടിയിട്ട് ആലോചനകളൊക്കെ നോക്കുന്നത്. എന്തൊക്കെയോ പ്രശ്നമുള്ളത് കൊണ്ട് ഒന്നും ശരിയാവുന്നില്ല. ഇതിനിടയിൽ ഞാൻ ചെന്നിട്ട് ഞാനൊരു സ്പാ തെറാപ്പിസ്റ്റാണ്, മോൻ എനിക്ക് വിവാഹം ചെയ്ത് തരുമെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവർ ചൂരെടുത്താട്ടും. ഇതാകുമ്പോൾ വലിയ കുഴപ്പമില്ല. അതൊക്കെ ഓക്കെ. നീ ഈ ചന്ദ്രമതിയുടെ പുറകെ നടന്ന് ഇക്കണ്ട നുണയൊക്കെ പറഞ്ഞ് സമയമൊക്കെ കളഞ്ഞിട്ട് ശ്രുതിക്ക് താല്പര്യമില്ലെങ്കിലോ? ആദ്യം പുള്ളിക്കാരൻ്റെ മനസ്സറിയണ്ടേ? പുള്ളിക്കാരന് എൻ്റെ ഒരു സോഫ്റ്റ് കോർണർ ഉണ്ട്.
ഞങ്ങൾ രണ്ടുപേരും സംസാരിക്കുന്നതും കാണുന്നതും ഇതുവരെ അമ്മയോട് പറഞ്ഞിട്ടില്ല. അമ്മയെ വിളിച്ച മോൻ്റെ കാര്യം വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. അന്ന് ഹോസ്പിറ്റലിൽ വെച്ച് ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യമുണ്ട്. ശ്രുതിയുടെ കൺട്രോൾ ഇരിക്കുന്നതേ അമ്മയുടെ കയ്യിലാണ്. അതുകൊണ്ടാണ് ഞാൻ നേരെ ഹൈ കമാൻഡിലേക്ക് പിടിച്ചത്. എന്തായാലും മൊത്തത്തിലൊരു വല വിരിച്ചിട്ടുണ്ട്. വലിയ താമസമില്ലാത്ത അമ്മയും മോനും വലയെ കുടുങ്ങും. ഓ, എങ്ങനെ വളഞ്ഞ വഴിയുടെ ആവശ്യമുണ്ടോ എന്ന് ചോദിക്കാൻ കേട്ടോ കൂട്ടുകാരി. എന്തായാലും ശ്രുതിയുടെ അമ്മ അയാൾക്ക് വേണ്ടിയിട്ട് പ്രൊപ്പോസൽ നോക്കുന്നുണ്ട്. നീ നേരെ ചെന്നിട്ട് നിനക്ക് അയാളെ ഇഷ്ടമാണെന്ന് അങ്ങോട്ട് പറഞ്ഞാൽ പോരെ? ഓ, അങ്ങനെ പറഞ്ഞ പോയില്ലേടി, പിന്നെ നമുക്ക് എന്തൊരു വിലയുള്ളത്? അവരായിട്ട് ഇങ്ങോട്ടേക്ക് ആലോചിച്ച് വരണം. വന്നില്ലെങ്കിൽ നമ്മൾ വരുത്തണം. എല്ലാ മനുഷ്യർക്കും ഒരു വീക്ക്നെസ് ഉണ്ട്. അത് കൃത്യമായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ അവരെ നമ്മുടെ വഴിക്ക് കൊണ്ടുവരുന്നതിന് വളരെ എളുപ്പമാണ്. ശ്രുതിയുടെ കാര്യത്തിൽ എനിക്ക് വലിയ ടെൻഷനൊന്നുമില്ല. പക്ഷേ ചന്ദ്രമതിയെ ഡീൽ ചെയ്യുന്നത് സൂക്ഷിച്ചു വേണം. നീ കണ്ടോ, 7 ദിവസത്തിനുള്ളിലെ ചന്ദ്രമതി എൻ്റെ മുന്നിൽ മുട്ടുകുത്തി പറയും അവരുടെ മകനെ വിവാഹം കഴിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഈ എപ്പിസോഡ് തീരുവാണ് കേട്ടോ.